എല്ലാവർക്കും എൻ്റെ ഒരു സാമ്രാജ്യത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ്. വെറുതെ ഇങ്ങനെ ആദ്യമാക്കി ഇന്നില്ല, എല്ലാവരും വർക്കിന് പോയി. അപ്പൊ ഞാനിങ്ങനെ റൂമിൽ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്കൊരു ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഇതിലൊക്കെ ഒന്ന് ചുറ്റി കാണി നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യാൻ വിചാരിച്ച്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാം. ഒരു 10 മിനിറ്റ് ഒന്നും പോലെ ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ആയിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരു മോസ്കാട്ടോ, ഇതിന്റെ അടുത്തായിട്ട് എന്തൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. എനിക്ക് എന്താ സംഭവം അറിയില്ല, ഞങ്ങൾ കൂടി കാണിച്ചുതരാം. ഇത് കണ്ടോ, ഖുറാനാണ്, പിന്നെ അങ്ങനത്തെ കുറെ ബുക്കുകളാ. അറബിയിലായോണ്ട് എനിക്ക് വായിക്കാനറിയും, പക്ഷെ അതിന്റെ അർത്ഥം എനിക്കറിയില്ല. ഇതാണ് കണ്ടപ്പോ ഭയങ്കര നൊസ്റ്റടിച്ച്. എനിക്ക് തോന്നിയത് ഒരു 10-50 വർഷം മുമ്പുള്ള ഒരു സ്കൂൾ ആയിനീന്ന്. പക്ഷെ എനിക്കിത് കണ്ടപ്പോ നമ്മളെ പഴയ മദ്രസ ഓർമ്മന്നേ. നമ്മളെ മദ്രസ ഇത്ര സെറ്റപ്പ് ഒന്നും ലൈക്കൂട്ടോ. ഇത് 1953-ലുള്ളതാ. പണ്ട് ഇങ്ങനെയാണ് നമ്മൾ അറബി സെറ്റപ്പ് ഒക്കെ എത്തിയത്. രസമുണ്ടല്ലേ? അതിനെ കുറിച്ച് വലിയ രീതിയിൽ എനിക്ക് അറിയാത്തോണ്ട് തന്നെ ഞാൻ അതിന് എക്സ്പ്ലനേഷൻ തരുന്നതിൽ വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഒരു അറബിൻ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഓലെ സംസാരമൊക്കെ നല്ല രസേനി. ഓല് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിനെ കുറിച്ചൊക്കെ എനിക്ക് ഏകദേശം അതിനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത് അതിന്റെ അടുത്തുള്ള വേറൊരു ഏരിയ ആണ്. ഇമ്മല് മൾബറി ഉണ്ട്, പക്ഷെ എനിക്ക് കിട്ടൂല. ചില ടൈമില് ഹൈറ്റ് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. താഴെയൊക്കെ പച്ച പറിച്ച് കേട വരുത്തുണ്ടല്ലോ. ഇതൊക്കെ വരുന്നത് നമ്മളെ റൂമിന്റെ അടുത്തായിട്ടാ. നല്ല ബേർഡ്സിന്റെ സൗണ്ടും ഒരു തണുത്ത കാറ്റും ഒരു കേരള വൈബ് തന്നെ. ഇവിടെ അങ്ങനെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും, പക്ഷെ നമ്മളെ കൂട്ടിന് ആരെങ്കിലും വേണോ, നല്ല രസം ഉണ്ടാവുള്ളൂ. ചില ടൈമില് ഹൈറ്റ് ഇല്ലാത്തതിലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഇവിടെ മേലെ നല്ല പൗത്ത മൾബറി ഉണ്ട്, പക്ഷെ എനിക്ക് പറിക്കാൻ കിട്ടൂല. എനിക്ക് ഹൈറ്റ് ഇല്ല, അവിടെ എനിക്ക് പറിക്കാൻ കിട്ടൂല. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. നമ്മളെ നാട്ടിലത്തെ ബദാം, നാരങ്ങ, മറ്റേ ബദാമില്ലേ, മാങ്ങ ഒന്നും പറിക്കാൻ പറ്റുന്നുണ്ടാവില്ല. കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ കണ്ട മദ്രസിലെ ഒരു മദ്രസ് സെറ്റപ്പ് ആട്ടോ. അവിടുന്ന് ഞാൻ എടുക്കുമ്പോ എന്നോട് അവിടെയുള്ള സെക്യൂരിറ്റി വെച്ച് മോളെ എത്രയിലാ പഠിക്കണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാന് കല്യാണം കഴിച്ചാണ്. അപ്പൊ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞിക്കണോന്ന്. അത് കേൾക്കുമ്പോ ശരിക്കും ഒരു നല്ലൊരു മനസ്സുഖ. കല്യാണം കഴിഞ്ഞിക്കണ് നോക്കുമ്പോ ഒരു മനസ്സുഖ. ഇത് കണ്ടോ, ഇത് ഓറഞ്ച്, ഇതും ഓറഞ്ച്. അവിടെ അത് കാണിച്ചതാ. അതിന്മേല് മാങ്ങ ഉണ്ട്, കണ്ടോ? മാങ്ങ മുള്ളുണ്ട്. പിന്നെ ആടെ ഞാൻ നേരത്തെ മൽബറി കാണിച്ചില്ല, മൽബറി ഉണ്ട്. പിന്നെ ഇവിടെ കുറെ കിളികളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാന് ഞാൻ വരലില്ല. ഞാൻ വരലില്ല, പക്ഷെ ഇങ്ങനെ സ്വന്തക്ക് വന്നിങ്ങനെ സംസാരിച്ചു പോകാനും ഒരു രസമുണ്ട്. ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും അവിടെ ക്യാറ്റ് ഫുഡും വെള്ളവും ഉണ്ടാവും. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇതേ നടക്കുള്ളൂ. നമ്മളെ നാട്ടിലുള്ള പോലെ മീമുള്ളൊന്നും ഇവർക്ക് വന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. ഇവിടുത്തെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ആരോ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ചമ്മല്. ആരോ കാണാൻ എൻ്റെ തൊള്ള കൂടും, അതാണ് ഒരു ഇത്. ആരോ നോക്കുകയാണെങ്കിൽ ഒരു ഇത് വരും. അപ്പൊ അതിലങ്ങനെ ആരോ പോകുന്നുണ്ട്, മലയാളികളാണ്. അപ്പം എനിക്കൊരു ചമ്മലുണ്ട്. അപ്പൊ നമുക്ക് മിണ്ടാണ്ട് കുത്തിരിക്കാം. അപ്പൊ ഇവിടുത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് ഫ്രീ എൻട്രി ആട്ടോ. നമുക്ക് വേറെ ചാർജോ കാര്യമോ ഒന്നും വരുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതേപോലെ നമ്മൾ വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു കേരള വൈബ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പം ഞാൻ എന്തായാലും ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാക്കണ ഇവിടെ എത്രയൊക്കെ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരു കിലോ ചിക്കൻ റൂമിക്ക് ഓർഡർ ചെയ്തിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ 20 ദിറംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം കാർഡ് വെക്കാനേ വിചാരിച്ചു, അപ്പം കാർഡ് കണ്ടില്ല. അപ്പം എൻ്റെ കയ്യിൽ 20 ദിറംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതെടുത്ത് കൊടുത്ത്. ഒലയിലാണ് ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ബാക്കി എമൗണ്ട് അവർ തരാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു താഴത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം കൂടി വാങ്ങിയിട്ട് നമുക്ക് നേരെ റൂമിക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും ആ സാധനം വാങ്ങുന്ന ക്ലിപ്പും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ബൈ.